ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശിന്റെ ഭാര്യ ഒ.എം. ശാലീനയെ ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിച്ചു. സാധാരണ നടപടി തന്നെയാണ്. കേന്ദ്രം ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകയായി നിയമിച്ചു. അതിൽ യാതൊരു തെറ്റുമില്ല. എല്ലാ സർക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ നിയമനം നേരത്തെ നടക്കേണ്ടതായിരുന്നു. ആ നിയമനം ഏറെ കാലം തടഞ്ഞു വെച്ചു. ആരായിരുന്നു അതിന് യെസ് മൂളേണ്ടത്? ആരാണ് ആ നിയമനത്തിന് ഓക്കെ പറയേണ്ടത്? സംസ്ഥാന അധ്യക്ഷനാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കെ. സുരേന്ദ്രൻ ആയിരുന്നു. പക്ഷേ കെ. സുരേന്ദ്രൻ ആ ഫയൽ പിടിച്ചു വെച്ചു. കെ. സുരേന്ദ്രനും വി. മുരളീധരനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് കേരളത്തിലെ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. അതൊരു ഗ്രൂപ്പായി തന്നെ നിലനിന്നിരുന്നു ബി.ജെ.പിക്കകത്ത്. എം.ടി. രമേശ് അതിന് നേരെ എതിർ ഗ്രൂപ്പിലായിരുന്നു. രണ്ട് ഗ്രൂപ്പുകൾ, രണ്ടല്ല 3-4 ഗ്രൂപ്പുകൾ ബി.ജെ.പിക്കകത്ത് ഉണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പായിരുന്നു കെ. സുരേന്ദ്രന്റെയും വി. മുരളീധരന്റെയും ഗ്രൂപ്പ്. കുറച്ചു കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വി. മുരളീധരനും കെ. സുരേന്ദ്രനും തമ്മിൽ തെറ്റിയിരുന്നു. രണ്ടുപേരും രണ്ട് ഭാഗത്തായിരുന്നു. പരസ്യമായി തന്നെ പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടുപേരും. അത് വി. മുരളീധരൻ കെ. സുരേന്ദ്രൻ ഗ്രൂപ്പിൽ വലിയ ചർച്ചയാകുകയും രണ്ട് ഗ്രൂപ്പായി അത് മാറുകയും ചെയ്തു എന്നതും ഒരു വസ്തുതയാണ്. ഇതിങ്ങനെയൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത്. കെ. സുരേന്ദ്രൻ ഏറെ കാലം പിടിച്ചുവെച്ച ഫയലാണ്, തീരുമാനമാണ്. കെ. സുരേന്ദ്രന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ കെ. സുരേന്ദ്രന്റെയും വി. മുരളീധരന്റെയും തീരുമാനമാണ് രാജീവ് ചന്ദ്രശേഖർ വെട്ടിയത്. ഒ.എം. ശാലീനക്ക് നിയമനം നൽകാൻ തീരുമാനിച്ചത്. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ കാണുന്ന ഒരു ദൂരക്കാഴ്ചയുണ്ട്. അത് മറ്റൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനായി വന്നത് കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കൾക്കും പിടിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ അവർക്കൊന്നും ഇതുവരെയും സ്വീകാര്യനായി മാറിയിട്ടില്ല. കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും വെട്ടി എതിർപക്ഷത്ത് നിലയുറപ്പിച്ചാൽ എം.ടി. രമേശ്, പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ പിന്തുണ നേടാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരന്. രാജീവ് ചന്ദ്രശേഖരന് ബി.ജെ.പിയിൽ സ്വന്തമായി അണികളില്ല, താഴെ തട്ടിൽ വരെ ബന്ധങ്ങളില്ല. എന്നാൽ കെ. സുരേന്ദ്രൻ അങ്ങനെയല്ല, വി. മുരളീധരനും അങ്ങനെയല്ല, പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും അങ്ങനെയല്ല. കാരണം ബി.ജെ.പിക്കകത്ത് പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാക്കളാണ്. അവർക്ക് വിപുലമായ ബന്ധങ്ങളുണ്ട് ബി.ജെ.പിക്കകത്ത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് അത്തരം ബന്ധങ്ങളില്ല. ഒ.എം. ശാലീനയെ നിയമിക്കുന്നതോടുകൂടി എം.ടി. രമേശിന്റെ പ്രീതി സമ്പാദിക്കുകയും എം.ടി. രമേശിനെ കൂടെ നിർത്തുകയും ചെയ്യുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പുനഃസംഘടനയിൽ മാറ്റമുണ്ടാകുമോ എന്നറിയില്ല. മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി, പ്രബലനായ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എം.ടി. രമേശ്. ആർ.എസ്.എസിന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. സംഘപരിവാറിന്റെ പ്രധാനപ്പെട്ട വക്താവായി പ്രവർത്തിച്ച ആളാണ്. എന്ന് വെച്ചാൽ ബി.ജെ.പിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെ കൂടെ നിർത്താൻ, അങ്ങനെ ആർ.എസ്.എസിനെ കൂടെ നിർത്താൻ കഴിയും. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നോട്ടം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, രാജീവ് ചന്ദ്രശേഖർ എം.ടി. രമേശിന്റെ കൂടാരത്തിലേക്ക് ചെന്നെത്തപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കെ. സുരേന്ദ്രന്റെയും വി. മുരളീധരന്റെയും എതിർ ഗ്രൂപ്പിൽ എത്തപ്പെട്ടിരിക്കുന്നു. അവരെ സ്വാധീനിച്ച് ഒപ്പം നിർത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. പൂർണ്ണമായും തള്ളുന്നു കെ. സുരേന്ദ്രനെയും വി. മുരളീധരനെയും. എന്ന് വെച്ചാൽ ഗ്രൂപ്പിന് മുകളിൽ ഗ്രൂപ്പായി നിന്ന കേരളത്തിലെ ബി.ജെ.പിക്കകത്ത് ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രബല ഗ്രൂപ്പിന്റെ നേതാവായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് ഒ.എം. ശാലീനയുടെ നിയമത്തിന്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ മറ്റൊരു ഭാഗം. അതാണ് ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. സ്വാഭാവികമായും നാളെ അത് ബി.ജെ.പി. നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.